നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും താരമാവുകയാണ്. സംഗതി CPIയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്ന് സൈബർ പോരാളികളുടെ ഒരു ഇഷ്ടധീര വനിതയായി ശ്രീനാദേവി കുഞ്ഞമ്മ മാറിയിട്ടുണ്ട്. കുഞ്ഞമ്മ ഇപ്പോൾ ആഞ്ഞു വെട്ടിയിരിക്കുന്നത് നമ്മുടെ പാവം ഷഹനാസിനെയാണ്. ഷഹനാസ് ആത്മഹത്യയുടെ വക്കിലാണെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ അപകടത്തിലാണെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ആരും വേണ്ടത്ര ഒരു അതിജീവതയുടെ പരിഗണനയോ അവൾക്കൊപ്പമെന്ന പിന്തുണയായോ ആരും സാമൂഹ്യ മാധ്യമത്തിൽ എത്താതിരിക്കുന്ന ഒരു ഒറ്റപ്പെടൽ ഷഹനാസിനുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അത് യാഥാർത്ഥ്യമായിരിക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ സാമൂഹ്യ മാധ്യമത്തിലൂടെ ദേ ആഞ്ഞടിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് MA എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാരി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നിവർക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണ കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്നൊരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവരൊരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായി നമുക്ക് ഉറപ്പാക്കാൻ നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങൾ ഇവരുടെ കയ്യിലില്ലെന്ന്. അതുകൊണ്ടാണ് അവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തേ കുറിപ്പുകൾ നിരന്തരം നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടമിടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിടുന്ന് കുമിളവിടുന്ന പടമിടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്നത് നിങ്ങൾക്ക് 2 അക്കൗണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാമെന്നുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയായ ശ്രീ MA ഷഹനാസ് സത്യമെന്തെന്ന് പറഞ്ഞു കേട്ടില്ല. IAS നേടി എന്ന് വ്യാജമായി പറയുകയും അതിൻ്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെയോ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നതും അന്വേഷിക്കുന്നുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണമെന്നാവശ്യപ്പെട്ട് UPSCയെ സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയർക്കേ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെയും ബാക്കി ഏതാണ്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചോ? ഞാൻ വായിച്ചു കഴിഞ്ഞു. ഏതായാലും അങ്ങനെ പറഞ്ഞ് ശ്രീനാദേവി കുഞ്ഞമ്മ കത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഷഹനാസിനെ വിടാതെ. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സംഗതിയുള്ളത്, ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഷഹനാസ് ഈ സാമൂഹ്യ മാധ്യമ ലോകത്തെത്തിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ ആരുമില്ലാത്തൊരു സ്ഥിതി. അവൾക്കൊപ്പമെന്നും അവനൊപ്പമെന്നും അതിജീവിതകളെ അപമാനിക്കുന്നതിനുമെതിരെയൊക്കെ പ്രതിരോധം തീർക്കുന്ന പടയാളികൾ ആരും രംഗത്ത് വരുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒടുവിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആക്രമണം കൂടി വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. എതിർക്കുമ്പോഴും കഷ്ടമാണ്. ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ എല്ലാവരും ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.